ഇനി മനു തോമസിൻ്റെ കാര്യം എടുക്കാം. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. കഴിഞ്ഞ 15 മാസമായി പാർട്ടി പ്രവർത്തനങ്ങളിലോ യോഗങ്ങളിലോ മനു തോമസ് പങ്കെടുക്കാറില്ല. 2024 മെമ്പർഷിപ്പ് പുതുക്കേണ്ട ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യം അനുസരിച്ച് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല. പാർട്ടി ഭരണഘടനയുടെ വകുപ്പ് 7 പറയുന്ന കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. പാർട്ടി അംഗത്വ പരിശോധന വർഷം തോറും പാർട്ടി അംഗത്വം സംബന്ധിച്ച ഒരു ചെക്കപ്പ്, ഒത്തുനോക്കൽ പരിശോധന നടത്തുന്നതാണ്. അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക. ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി കുറേ കാലത്തേക്ക് പാർട്ടി ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ വരിസംഖ്യ മുതലായവ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയുന്നതാണ്. ഇത് പാർട്ടി അംഗങ്ങൾക്കെല്ലാം ബാധകമായ ഒരു വ്യവസ്ഥയാണ്. ഇപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ഒഴിവായ ഒരു കാര്യം സംബന്ധിച്ച് എന്തെല്ലാമാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങൾ പ്രചരണമാക്കിയത്. ചിലർ പറഞ്ഞു പാർട്ടി വിട്ടു, ചിലർ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ചിലർ പറഞ്ഞു പാർട്ടി നടപടിയെടുത്തു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഒരു പാർട്ടി അംഗം ഏത് ഘടകത്തിലാണോ ആ സഖാവ് ഉള്ളത്, ആ ഘടകത്തിൻ്റെ മുമ്പാകെ വർഷം തോറും ആ പ്രക്രിയ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഒരു ഫോറവും പൂരിപ്പിച്ച് ലവ്യസംഖ്യ അടക്കം അടച്ച് ഈ പുതുക്കേണ്ട ഘട്ടത്തിൽ കൊടുക്കണം. ഈ കാര്യം മനു തോമസ് ചെയ്തിട്ടില്ല. അത് മനു തോമസിനെ ചില മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അക്കാര്യം അദ്ദേഹവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കിയതല്ല, ഒഴിവായതാണ്. ഇതാണ് സത്യം. ഇനി ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള മറ്റ് പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സഖാവിനെ പാർട്ടി ബോധപൂർവം തഴയുകയോ തള്ളിക്കളയുകയോ പുറത്താക്കുകയോ ഒന്നും ചെയ്യാനാവില്ല. ഇതാണ് കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സംബന്ധിച്ച് പറയാനുള്ളത്. വസ്തുത ജനങ്ങളെ അറിയിക്കണമെന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഒഴിവാക്കാൻ അദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട്. അതായത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷാജറിനെതിരെ ഒരു ഗൗരവമുള്ള പരാതി കൊടുക്കുന്നു. അത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ്. ആ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായില്ല. അതേ തുടർന്ന് സ്വയം മനസ്സുമെടുത്താണ്, സ്വയം മതിയാക്കിയതാണെന്നാണ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒരു കടലാസ് കാണിച്ചു തരാൻ പറ്റുമോ? വീഡിയോ, ഓഡിയോ ഷാജറിനെതിരെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചത് ഞാനെല്ലാം നോക്കി. ഷാജറിനെതിരെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. ഷാജറിനെതിരെ എന്നുള്ളത് കാണിക്കും. അതെ, ക്യാമറ എൻ്റെ അടുക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിങ്ങളുടെ മാധ്യമത്തിൽ വന്നത് ഞാൻ വായിച്ച് കേൾപ്പിച്ചാൽ പോലെ. ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു അജണ്ടയുമായിട്ട് ഇറങ്ങി. അത് നമ്മളെ പാറാട്ട് പ്രസംഗം പോലെയാണ്. പാറാട്ട് പ്രസംഗത്തെ പറ്റിയിട്ട് ഒരു മാധ്യമത്തിൽ വന്നത് ആ മാധ്യമത്തിൻ്റെ ആളെന്നെ എന്നോട് വന്ന് പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ കൊടുത്തത്. നിങ്ങളൊരു ചോദ്യം അയാളോട് ചോദിക്കുകയാണ്, എന്നിട്ട് അയാൾ ജനറലായിട്ടുള്ള ഒരു കാര്യം പറയുന്നു, നിങ്ങൾ അത് അദ്ദേഹത്തിൻ്റെതായിട്ട് മാറ്റുന്നു. ഇനി അതിൻ്റെ വസ്തുത എന്താ? ഇത് 2021 നിങ്ങളുമായി ഞാൻ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൻ്റെ അന്നത്തെ കുറിപ്പാണ്. ഇത് 2021 തന്നെ ജൂണിൽ പേരടക്കം കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
പിന്നെ 2023 ഫെബ്രുവരിയിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരാതി വരുന്നതിനും എത്രയോ മുമ്പ്, നിങ്ങൾ പരാതി ഉണ്ടെന്ന് പറയുന്ന പ്രശ്നങ്ങൾക്ക് എത്രയോ മുമ്പ് സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് പാർട്ടിയുടെ സുവ്യക്തമായ ധാരണയാണ് ഞാൻ പറഞ്ഞത്. ആ ധാരണയിൽ ഒന്നാണ് ഞാൻ വീണ്ടും കോട്ട് ചെയ്തത്. ഇപ്പം 2021 എടുക്കാം, അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിലുണ്ടായ പൊതുവായ കാര്യത്തിന്മേൽ പാർട്ടിയുടെ ഇടപെടലാണ്. 2021 ജൂൺ മാസത്തിലെടുക്കാം. നാടിനും സമൂഹത്തിനും വലിയ ദ്രോഹമാണ് കൊട്ടേഷൻ. പുത്തൻകണ്ടം കൊട്ടേഷൻ സംഘം നേരത്തെ ജില്ലയിലാകെ കൊട്ടേഷൻ എടുത്തവരാണ്. തെറ്റായ സാമ്പത്തിക ഇടപാടിലും മറ്റും അവർ ചിലർക്ക് വേണ്ടി സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്തു. അവർക്ക് പുറമേ മറ്റ് ചില കൊട്ടേഷൻ ടീമുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിൽ തന്നെ പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സംഘർഷത്തിനും അക്രമത്തിനും ഇടയാക്കുന്നു. ഇങ്ങനെ പോകുന്നു അന്നത്തെ വിവരണം. ഇത് സംബന്ധിച്ച നിലപാട് നേരത്തെ മുതൽ പാർട്ടിക്കുള്ളതാണ്. ആ നിലപാട് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം പാർട്ടിയിൽ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിൽ ആശയക്കുഴപ്പമില്ല. ഇനി മനു തോമസും എം ഷാജറും അടക്കമുള്ള DYFI നേതാക്കൾ സംഘടിപ്പിച്ച ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് 2021 ഫെബ്രുവരി 7-നാണ്. ഇതുകൊണ്ട് 3 വർഷം മുമ്പ് ലഹരി കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ യുവജന പ്രതിരോധം. പിന്നെ എന്തെന്നാ നമ്മൾ ആശയക്കുഴപ്പവും അവ്യക്തതയും ആർക്കെങ്കിലും ഉണ്ടാവേണ്ട കാര്യം? അപ്പോൾ പാർട്ടിയിലുള്ള ഒരാളും കൊട്ടേഷൻ സംഘത്തിനെ അനുകൂലിക്കുകയോ അതിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യുന്ന നിലപാടേ എടുത്തിട്ടില്ല.